ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതിനു മുമ്പ് ഞാനിട്ട വീഡിയോയ്ക്ക് വളരെ നല്ല പ്രതികരണമായിരുന്നു നിങ്ങളിൽ നിന്ന് ലഭിച്ചത്. വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ബജാജ് പൾസർ 150യുടെ ഒരു ഓണർഷിപ്പ് റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബജാജ് പൾസർ 150. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇതിപ്പോൾ പഴയ 150യുടെ മോഡലേ അല്ല, മൊത്തത്തിൽ അഴിച്ചു കൊണ്ടിട്ടുണ്ട്. പുതിയ ഗ്രാഫിക്സ്, ഡബിൾ സീറ്റ്, പിന്നെ എൻജിൻ്റെ അവിടെ ഒരു കവറ്, പിന്നെ ഡബിൾ ഡിസ്ക്. അത് തന്നെയാണ് എൻ്റെ മെയിനായിട്ടുള്ളത്. ഡബിൾ ഡിസ്ക്കാണ് വന്നിരിക്കുന്നത്. വിത്ത് ABS ആണ്. ഒരു 2000 കാലഘട്ടം അപ്പം തൊട്ട് ബജാജ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഡിസൈനാണിത് ഈ കാണുന്നത്. അതിലൊരു മാറ്റവും ഇത്ര നാളായിട്ട് വന്നിട്ടില്ല. ഈ ഒരു ഇൻഡിക്കേറ്റർ, മിറേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിന് പവർ കുറച്ച് കൂടിയിട്ടുണ്ട്. പിന്നെ ഗ്രാബ് റെയിൽ മാറിയിട്ടുണ്ട്. മറ്റേത് ഒറ്റയായിരുന്നു, ഇതിപ്പോൾ ഡബിളായിട്ട് വന്നിട്ടുണ്ട്, ഡബിൾ പീസായിട്ട് വന്നിട്ടുണ്ട്. ബാക്കി എന്നുള്ളൊരു വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അവിടെയും വലിയ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നമ്മുടെ 180 എല്ലാവർക്കും പരിചയമുള്ളതാണല്ലോ. 180യെ പറിച്ച് വെച്ചേക്കുന്ന രീതിയിലുള്ള ഡിസൈൻ കാര്യങ്ങളും തന്നെയാണ് ഈ 150യിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ടൊരു റെഡ് ലൈനൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതാ ഡിസ്ക് ബ്രേക്ക് നിങ്ങൾ കണ്ടില്ലേ, രണ്ടും ഡിസ്ക് ബ്രേക്കാണ്. ഫ്രണ്ടിലത്തെ ഡിസ്ക് എന്ന് പറയുന്നത് 280 mm ഡിസ്ക്കാണ്. ബാക്കിലത്തെ ഡിസ്ക് എന്ന് പറയുന്നത് 230 mm ഡിസ്ക്കാണ്. എൻ്റെ കയ്യിൽ വണ്ടി കിട്ടിയിട്ട് എന്നാ ഒരു കൊല്ലം അടുത്തായി. അപ്പം നിങ്ങൾക്ക് ഷോറൂമിൽ ചെല്ലുവാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ കിട്ടുന്ന 150 എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ ABS അല്ല കേട്ടോ. ഇനി ABS ആണ് കിട്ടാൻ പോകുന്നത്. ABS എന്നല്ല, 150 മുകളിലോട്ടെല്ലാം വണ്ടിക്ക് ABS നിർബന്ധമായതുകൊണ്ട് നിങ്ങൾക്ക് ABS വണ്ടിയാണ് കിട്ടുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ BS6 വരുമ്പോഴത്തേന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇതിന് കാർബറേറ്ററാണ് വന്നേക്കുന്നത്. BS6 മോഡലിലോട്ട് വരുമ്പോഴത്തേന് നമുക്ക് ഫ്യൂൽ ഇഞ്ചക്ഷൻ, വണ്ടിയുടെ പവറും അത്യാവശ്യം മൈലേജും ഒക്കെ കൂടാൻ വളരെയധികം സഹായിക്കും നമുക്ക് ഫ്യൂൽ ഇഞ്ചക്ഷൻ വരുമ്പോൾ. ഫ്യൂൽ ഇഞ്ചക്ഷനാണ് ഇപ്പോൾ എൻ്റെ കാർബറേറ്ററാണ്. ഈ BS6 മോഡലിലോട്ടാണ് ഫ്യൂൽ ഇഞ്ചക്ഷൻ വന്നിരിക്കുന്നത്. പിന്നെ പറയുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ സോക്കറ്റ് സാധാരണ 150യിൽ സോക്കറ്റ് ഒരു ശകലം പൊടിക്ക് ചെറുതാണ്. എങ്കിലും ഇപ്പോൾ നമുക്ക് സോക്കറ്റ് വന്നിരിക്കുന്നത് അത്യാവശ്യം വലിപ്പത്തിലുള്ള സോക്കറ്റാണ്. നിങ്ങൾക്ക് കാണാമല്ലോ. പിന്നെ ഇതിൻ്റെ ഒരു ബ്ലൂ കളർ വേരിയൻറ്റും കൂടെ നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ലഭിക്കുന്നതാണ്. മീറ്റർ സൈഡൊക്കെ ഞാൻ പറയാം. ഇതാണ് വണ്ടിയുടെ മൊത്തത്തിലെ ഒരു ലുക്ക്. ഓക്കെ ഗൈസ്, കണ്ടല്ലോ, ഇതാണ്. പിന്നെ ഒരു എൻജിൻ കവർ ഞാൻ പറഞ്ഞായിരുന്നു, എങ്കിലും നിങ്ങളൊന്ന് കാണുക. ഇതാണ് എൻജിൻ കവർ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ നമ്മുടെ ക്രാഷ് കാർഡാണ്. ക്രാഷ് കാർഡ് അത്ര മെച്ചമൊന്നുമില്ല, ചെറിയൊരു ക്രാഷ് കാർഡ്. എന്നാലും ഒരു വീഴ്ചയ്ക്കൊക്കെ പോകാവുന്ന തരത്തിലേ ഉള്ളൂ. നമ്മുടെ വണ്ടി പ്രൊട്ടക്റ്റ് എത്ര ചെയ്യുന്നു ഞാൻ പറയുന്നില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ ടയർ സൈസ് എന്ന് പറയുന്നത് 120 mm ടയറാണ് ബാക്കിൽ വരുന്നത്. ഡിസ്ക് ബ്രേക്കാണ്. ABS ഇല്ല, എൻ്റെ വണ്ടിക്ക് ABS ഇല്ല. ഫ്രണ്ട് ടയർ എന്ന് പറയുന്നത് 90 mm ടയറാണ് വരുന്നത് ഫ്രണ്ടിൽ. ഇതാണ് വണ്ടിയുടെ ഒരു ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ സ്വന്തം വണ്ടി ആയതുകൊണ്ട് ഞാനിത് ഉപയോഗിച്ചത് കൊണ്ടാണ് പറയുന്നത്. അത്യാവശ്യം ഇപ്പം ഒരു വീട്ടിലെ ആവശ്യത്തിനാണേലും, ടൂറിങ്ങിനാണേലും, അല്ലെങ്കിൽ സിറ്റി റൈഡാണേലും, എങ്ങനെയുള്ള റൈഡിനാണെങ്കിലും അത്യാവശ്യം കംഫർട്ടും വലിയ ബുദ്ധിമുട്ടൊന്നും തരുന്നില്ല. അതുപോലെ സുഖമായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ കൊണ്ട് നടക്കുന്ന വണ്ടിയാണ്. വലിയ മെയിൻ്റെനൻസും കാര്യങ്ങളും തീരെ കുറവാണ്. എക്സോസ്റ്റ് എൻ്റെ വണ്ടിക്ക് ഇപ്പോൾ ഒരു ബ്ലാക്ക്, വലിയ ഗുണമൊന്നുമില്ലാത്തൊരു ബ്ലാക്ക്. എന്നാലും BS6 വരുമ്പോഴത്തേന് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷോട് കൂടിയാണ് നമുക്ക്
സൈലൻസർ തരുന്നത്. നിങ്ങൾക്ക് 150 വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതേ മോഡലിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഇതേ മോഡൽ തന്നെ വേറെ കളർ വേരിയൻറ്റും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഒരു ഡിസ്ക് ബ്രേക്കായിട്ട്, അതായത് സിംഗിൾ ഡിസ്ക് ബ്രേക്കായിട്ട് ഒരു പൾസർ 150 നിങ്ങൾക്ക് ഷോറൂമിൽ അവൈലബിൾ ആണ്. അതിൻ്റെ എന്ന് പറയുമ്പം ഇതുപോലത്തെ ഡബിൾ സീറ്റും കാര്യങ്ങളൊന്നും അല്ല, അത് സിംഗിൾ സീറ്റാണ്. എന്താ പറയുക, ഗ്രാബ് റെയിൽ സിംഗിളാണ്. ഇനി സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. 37 mm ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിൽ വലിയ മാറ്റമൊന്നുമില്ല, പഴയ സസ്പെൻഷൻ തന്നെ. നമുക്ക് ആദ്യത്തെ ഒരു മോഡലിൽ തന്നെ വരുന്ന സസ്പെൻഷൻ തന്നെ, ഒരു മാറ്റവും വന്നിട്ടില്ല. ചെറിയൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ചുറ്റും നോക്കിയാൽ കാണാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ പൊസിഷൻ എങ്ങനെയുണ്ട്, നമ്മൾ കയറി ഇരുന്ന് കഴിയുമ്പോഴുള്ള നമ്മുടെ ആ ഒരു കംഫർട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഷേപ്പ്. നമ്മുടെ പഴയ 150 എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ, കുറച്ച് മുമ്പുള്ള 150 എന്ന് പറഞ്ഞാൽ മറ്റേ ബാറല്ല, ഇങ്ങനെ പീസ് ഹാൻഡിലല്ല, ഒറ്റ ഹാൻഡിലായിരുന്നു. ഇപ്പോൾ ഒരു പീസ് ഹാൻഡിൽ, പിന്നെ കുറച്ചുകൂടെ ഒരു സ്പോർട്ടി ആയിട്ട് കുറച്ചുകൂടെ താഴോട്ട് നമുക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് ഹാൻഡിൽ ഇപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒറ്റ പറച്ചിൽ 180 നേരെ 150 ആയി എന്ന് പറയാം, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാമല്ലോ, ഇതാണ് നമ്മുടെ പൊസിഷൻ. ഫുഡ് റെസ്റ്റ് നമ്മുടെ നേരെ ബാക്കിൽ അല്ല, നേരെ സൈഡിലായിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഷേപ്പ്, അല്ലെങ്കിൽ കയറിയിരിക്കുമ്പോഴുള്ള ഒരു വി. ഓക്കെ, ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ ഈ ഡിസൈനും കാര്യങ്ങളും ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, പഴയ ഒരു മോഡൽ അല്ലേ, അതിന് മാത്രം ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല. ഹാലോജൻ ബൾബ്, ഇൻഡിക്കേറ്റർ ഹാലോജൻ ബൾബ്, പിന്നെ മിറേഴ്സാണ് സഹിക്കാം. മിറേഴ്സ് പിന്നെ യൂസ്ഫുൾ മിറേഴ്സാണ്, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. കുറച്ചുകൂടി ഒരു വ്യത്യാസം, ഒരു ഡിസൈനൊക്കെ മാറ്റി. പണ്ട് കാലം തൊട്ട് തന്നെ ഇങ്ങനെ തന്നെ ആയതുകൊണ്ടാണ് ഒരു ഡിസൈനൊക്കെ മാറ്റി. കൊള്ളായിരുന്നു, വരുമായിരുന്നു. പിന്നെ ഇൻഡിക്കേറ്റർ ഇപ്പോഴും ഹാലോജൻ തന്നെയാണ്, അതൊന്ന് മാറ്റി ഒരു LED പോലെയൊക്കെ ആക്കുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ടെയിൽ ലൈറ്റ് നമുക്ക് ആദ്യത്തെ മോഡൽ പോലെ തന്നെ LED തന്നെ നമുക്ക് കാണാനല്ലേ, LED ബൾബ്സാണ്, LED ലൈറ്റാണ് വന്നിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പറയാം. അപ്പോൾ എനിക്ക് ഈ വണ്ടിയിൽ അല്ലെങ്കിൽ ആരെങ്കിലും വണ്ടിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം റൈഡ് ചെയ്യുമ്പോൾ ചോദിക്കുന്നത് വൈബ്രേഷനെ പറ്റിയാണ്. അപ്പം ഞാനും അത് തന്നെയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ വണ്ടിക്ക് നല്ല വൈബ്രേഷനുണ്ട്. എന്താണെന്ന് വെച്ചാൽ 150cc സെഗ്മെൻറ്റിൽ ഉള്ളാവുന്നൊരു വണ്ടിയാണ്. എങ്കിലും വൈബ്രേഷനെ പറ്റി പറയുമ്പം ഒരു 60 കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോഴത്തേന് നമ്മുടെ ഫുട്പാക്കൊക്കെ ഭയങ്കര വിറയലോ എന്തൊക്കെയോ ഭയങ്കരമായിട്ട് നമ്മളെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഒരു 60-68 ആകുമ്പോഴത്തേന് പതുക്കെ ഹാൻഡിൽ പതുക്കെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. കുറച്ചുകൂടെ സ്പീഡിലോട്ട് കയറി കഴിയുമ്പോഴത്തേന് നമ്മുടെ ടാങ്കിനോട് 2 സൈഡിൽ നിന്ന് നമ്മുടെ കാലയിലോട്ട് ഭയങ്കരമായിട്ട് ഒരു പെരുപ്പ് പോലെ, അല്ലെങ്കിൽ ഭയങ്കര പെരുപ്പ് നമുക്ക് അനുഭവപ്പെടും. സിമ്പിൾ ക്ലച്ചുമല്ല, എന്നാൽ ഹാർഡ് ക്ലച്ചുമല്ല. അങ്ങനെ തരത്തിലുള്ള ഒരു ക്ലച്ചാണ് ഇവിടെ നമുക്ക് ബജാജ് പൾസർ 150ക്ക് നൽകിയിരിക്കുന്നത്. റോഡ് മൊത്തം പോയി പൊളിഞ്ഞ് കിടക്കുകയാണ്. ഓക്കെ, വണ്ടിയുടെ ഈ ബജാജ് 150 ബൈക്കിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 15 ലിറ്റർ ആണ്. ഇപ്പം ലോങ് റൈഡ് ആണെങ്കിലും നമുക്ക് പോകുമ്പം അത്യാവശ്യം ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ച് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു ടാങ്ക് തന്നെയാണ് ഇതിനുള്ളത്. ഇതിൻ്റെ പവർ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 8000 RPM-ൽ 14 bhp പവറും 6000 RPM-ൽ 13 Nm ടോർക്കുമാണ് നൽകുന്നത്. അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളൊക്കെ നമുക്ക് നൽകുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു ബൈക്കിൻ്റെ ടയർ സൈസ്. ബൈക്ക് ടയർ 120 ടയർ സൈസുണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യം വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കിടത്താനോ അല്ലെങ്കിൽ ഇച്ചിരി വളവൊക്കെ ഒന്ന് എടുക്കാൻ ഇച്ചിരി കംഫോർട്ട് തരുന്നുണ്ട്. ആദ്യത്തെ 150 ആണെങ്കിൽ നമുക്കൊരു ചെറിയ ഭയമാണ്, വീലിന് വലിപ്പക്കുറവായതുകൊണ്ട് തെന്നുമോ അങ്ങനെയുള്ള ചെറിയൊരു ഭയം, ഒരു പേടി നമുക്കുണ്ട്. അപ്പം
ഇത്തവണ ഒരുമാതിരിപ്പെട്ട നല്ല ടയർ തന്നെയാണ് തന്നിരിക്കുന്നത്. ഓക്കെ ഗൈസ്, എൻജിൻ സ്ഥലം പറയുകയാണെങ്കിൽ 149.5 cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ് നമുക്ക് ബജാജ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 2020 വന്നേക്കുന്ന 150ൽ 149 cc തന്നെയാണ്, സിംഗിൾ സിലിണ്ടർ തന്നെയാണ്. പക്ഷേ അതിനൊരു ചെറിയ മാറ്റേഴ്സ്, അത് FI എഞ്ചിനാണ്. FI എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഫ്യൂവൽ ഇഞ്ചക്ഷൻ. അപ്പം നമ്മുടെ വണ്ടിയുടെ മൈലേജ് കൂടാൻ, പിന്നെ വണ്ടിക്ക് പവർ കൂടാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് നമ്മുടെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് തുടക്കത്തിലേ പറയണമെന്ന് കരുതിയാണ്, എക്സ്പ്രസിൻ്റെ കാര്യം പറഞ്ഞാണ്. 2019 150 ഇറങ്ങിയപ്പോഴത്തേനും നമുക്ക് നല്ല മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ സൗണ്ട് അങ്ങ് മാറി. ഒന്ന് കേൾക്കാം. ഓ ഗൈസ്, ന്യൂട്രലല്ല, ഞാൻ വണ്ടി ന്യൂട്രൽ ഒന്നാക്കിയോട്ടെ. പണ്ടൊക്കെ തന്നെ ഈ 150 അല്ലെങ്കിൽ 180 വരുമ്പോഴത്തേന് ഒരു മൂളിച്ചയൊക്കെ ഫ്രണ്ടിൽ നിന്ന് കേൾക്കുമായിരുന്നു, ഇങ്ങനെ എന്ന് പറഞ്ഞൊരു മൂളിച്ച. ആ മൂളിച്ചയൊന്നും ഇപ്പോൾ ഇല്ല, ഇപ്പോഴത്തെ സൗണ്ടാണിത്. കണ്ടോ, ഒരു നല്ല മുഴക്കമൊക്കെ ബജാജ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ 2020 മോഡൽ 150ൽ പൊല്യൂഷനെയൊക്കെ കളയാൻ വേണ്ടി ഒരു കാറ്റലിറ്റിക് കൺവേർട്ടറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കവള് കണ്ടോ, ഈ കവളിൻ്റെ അകത്തായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ പിന്നെ പറഞ്ഞായിരുന്നു മീറ്റർ സൈഡൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. വണ്ടിയിൽ കയറി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഓക്കെ ഗായ്സ്, ഇതാണ് ഇതിൻ്റെ മീറ്റേഴ്സ് ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത്. നല്ല ഡിസ്പ്ലേ തന്നെയാണ്. ഒരു അനലോഗ് RPM മീറ്റർ, ഒരു RPM ലിമിറ്റ്, പിന്നെ ഫ്യൂവൽ കാണിക്കാൻ ഒരു സെക്ഷന്, പിന്നെ ഓഡോമീറ്റർ കാണിക്കുന്നു, പിന്നെ ട്രിപ്പ് 1, ട്രിപ്പ് 2, പിന്നെ ഇൻഡിക്കേറ്റർ, അതിൻ്റെ ന്യൂട്രൽ, പിന്നെ ബ്രൈറ്റ്, ബാറ്ററി, പിന്നെ സൈഡ് സ്റ്റാൻഡിൻ്റെ മുകളിലായിട്ട് സൈഡ് സ്റ്റാൻഡ് ഡൗൺ എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. ഈ ഡിസ്പ്ലേയിൽ ഒരു വലിയ മാറ്റങ്ങളൊന്നും ബജാജ് കൊണ്ടുവന്നിട്ടില്ല. 2020 വലിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. എൻ്റെ ഒരു സജഷൻ പറയുമായിരുന്നെങ്കിൽ ഈ ഡിസ്പ്ലേക്കകത്ത് ടൈമും കൊടുക്കണമായിരുന്നു, പിന്നെ നമ്മുടെ ഗിയർ ഷിഫ്റ്റിംഗ് ഇൻഡിക്കേറ്ററും കൊടുക്കണം. ഓ ഗായ്സ്, അത് രണ്ടും കൊടുത്തിട്ടില്ല. അത് രണ്ടുമാണ് എനിക്ക് തോന്നിയൊരു പോരായ്മയായിട്ട് തോന്നി. പോരായ്മയല്ല, അത് വളരെ വലിയ നഷ്ടം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ 150 സെഗ്മെൻറ്റിലെ വണ്ടിക്കാണെങ്കിലും, അല്ലെങ്കിൽ ഏത് വണ്ടിക്കാണെങ്കിലും, ഏത് വണ്ടിയെന്ന് പറയുന്നില്ല, ഒരുമാതിരി പെട്ടെന്ന് നല്ല വണ്ടിക്കൊക്കെ ഇപ്പോൾ അപ്ഡേറ്റ് ആയത് ഗിയർ ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ട്, പിന്നെ ടൈമും കാണിക്കുന്നുണ്ട്. അത് രണ്ടും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പാട്ട് കണ്ടോ, അത് ഞാൻ മിസ്സായതാണ് പറയാം. ഈ ഒരു പാട്ട് പണ്ട് മെറ്റലായിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്, ഇപ്പോൾ അത് ഫൈബറായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് അല്ലെങ്കിൽ സജഷൻ, നിങ്ങളുടെയൊക്കെ സജഷൻ വേണമെന്ന് തന്നെയാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു റിവ്യൂയിലൂടെ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞത്. അപ്പം ഒരുപാട് പേര് വന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ക്യാമറയുടെ മുമ്പിലൊന്നും നിന്നിട്ടില്ല, പെട്ടെന്നൊരു ദിവസം. അപ്പോൾ അതിൻ്റേതായ കുറ്റവും കുറവുകളൊക്കെ കാണും, നിങ്ങളൊന്ന് ക്ഷമിക്കണം. അപ്പം ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നിടം വരെ ബൈ.